ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ന്യൂസ് കിച്ചൺ. ഇറ്റ്സ് മീ അനീസ. ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞാൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറൊക്കെ ആയിട്ട് സേവ് ചെയ്യാൻ പറ്റുള്ള പച്ചരി വെച്ചുകൊണ്ട് ചെയ്തെടുക്കുന്ന ഒരു അപ്പത്തിൻ്റെ റെസിപ്പിയാണ്. നമ്മളെ കണ്ണൂർ ഭാഗത്തൊക്കെ ഇതിന് കാരാപ്പം എന്ന് പറയും. നമുക്ക് ചിക്കൻ കറി, ബീഫ് കറി, അതേപോലെ മുളകിട്ട ഫിഷ് കറിക്കൊക്കെ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഒന്ന് നോക്കാം കേട്ടോ. ഞാനിവിടെ ബീഫ് കറിയാണ് സെർവ് ചെയ്തിട്ടുള്ളത്. ബീഫ് തന്നെയാണ് ഏറ്റവും നല്ല കോമ്പിനേഷൻ. ബീഫ് റോസ്റ്റും ബീഫ് കറിയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. ഇതിന് വേണ്ടി ഞാനിവിടെ 2 കപ്പ് പച്ചരി ഒരു 3-4 മണിക്കൂർ വെള്ളത്തിലൊന്ന് കുതിർത്തി വെച്ചിട്ടുണ്ട്. മിനിമം 2 മണിക്കൂറെങ്കിലും പച്ചരി കുതിരാൻ വെക്കണം കേട്ടോ. ഒരു 3-4 മണിക്കൂറായാലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് അതിന് ശേഷം ഇത് കഴുകി വൃത്തിയാക്കി എടുക്കാം കേട്ടോ. നന്നായിട്ട് തന്നെ അരി ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഊറ്റിക്കളയാം. പച്ചരി തന്നെ ഉപയോഗിക്കണം കേട്ടോ, വേറെ ബസ്മതി റൈസൊന്നും എടുക്കരുത് ഇത് ചെയ്തെടുക്കാൻ വേണ്ടിക്ക്. ഇനി ഇതിലോട്ട് നമുക്ക് അല്പം വേവിച്ചിട്ടുള്ള ചോറ് ചേർക്കണം. അതായത് 1 ഗ്ലാസ് പച്ചരിക്ക് ഞാനിവിടെ 3/4 ഗ്ലാസോളം ചോറാണ് ചേർത്തിട്ടുള്ളത്. ഈ അളവ് കറക്റ്റ് തന്നെ ആയിരിക്കണം. അപ്പോൾ 2 ഗ്ലാസ് എടുത്തുകൊണ്ട് ഒരു 1.5 ഗ്ലാസ് ചോറ് ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് തന്നെ ഒന്ന് ചോറും അതേപോലെ തന്നെ ഈ അരിയും കൂടി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ നമുക്കിത് അരച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ ഇത് രണ്ടും കൂടി നന്നായിട്ട് തന്നെ ഒരു സ്പൂൺ വെച്ചോ കൈ വെച്ചോട്ടോ ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിന് ശേഷം നല്ല ഫൈൻ പേസ്റ്റ് ആക്കിയിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് തരിതരികളൊന്നും ഇല്ലാണ്ട് ഒരു മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം കൂടാനും പാടില്ല. അതുകൊണ്ട് കുറഞ്ഞ നമുക്ക് വേണമെങ്കിൽ പിന്നീട് നോക്കിയിട്ട് ചേർക്കാൻ പറ്റും. അതുകൊണ്ട് അല്പം വെള്ളം ചേർത്തിട്ടൊന്ന് നല്ല തരിതരിപ്പിൽ നിന്നില്ലാണ്ട് നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കാം കേട്ടോ. ഈ സമയത്ത് ഉപ്പ് ചേർക്കണ്ട, പിന്നീട് നമുക്ക് ഇത് നന്നായിട്ട് അരച്ചതിന് ശേഷം ഉപ്പ് ചേർത്താൽ മതി. അല്പം വെള്ളം കൂടി ചേർക്കുക. ഞാനിവിടെ നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. അധികം തിക്നെസ്സും അല്ല അധികം ലൂസും അല്ല, എന്നാലും നമ്മളൊരു ദോശമാവിൻ്റെ പരുവം പോലെ ഇതാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി. ദോശമാവിനങ്ങോട്ട് അല്പം ലൂസ് വേണം കേട്ടോ, അല്ലെങ്കിൽ അത് കുക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഉള്ളൊരു കട്ട പോലെ നമുക്ക് ഫീൽ ചെയ്യും. ആവശ്യത്തിലുള്ള ഉപ്പ് അരച്ചതിന് ശേഷം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തന്നെ ഉപ്പ് എല്ലാ സ്ഥലത്തേക്കും ഒരേപോലെ യോജിപ്പിച്ചെടുക്കാം കേട്ടോ. ഈ കൺസിസ്റ്റൻസി ഇമ്പോർട്ടൻ്റ് ആണ്. നന്ന ലൂസാവാൻ പാടില്ല. നമ്മൾ ദോശമാവിനകട്ടി കുറച്ചും കൂടി ലൂസായിരിക്കണം. പിന്നെ ഇതേപോലെ ഉണ്ണിയപ്പലും ചുടുന്ന പോലത്തെ ഇതേപോലെ ഒരു ചട്ടിയിൽ ഒന്ന് ഓയിൽ ഒഴിച്ചെടുക്കുക, വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുക. എന്നിട്ട് അതിന് ശേഷം നമുക്ക് ഉണ്ണിയപ്പമൊക്കെ ചുട്ടെടുക്കുന്ന പോലെ ഓരോരോ കുഴികളിലായിട്ട് ഈ മാവ് ഒഴിച്ചിട്ട് ഒന്ന് ഒരു ഭാഗം നമുക്കൊരു ലൈറ്റ് ബ്രൗൺ അല്ലെങ്കിൽ ഒരു ഗോൾഡൻ കളർ ആകുമ്പോൾ മറിച്ചിട്ടെടുക്കുക. എന്നിട്ട് കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. ഇതിൻ്റെ കുക്കിംഗ് പ്രോസസ്സിംഗ് എന്നെല്ലാം പറയുന്നത് നമ്മൾ ഉണ്ണിയപ്പം ചുട്ടെടുക്കുന്ന പോലെ തന്നെയാണ്. ഇത് എണ്ണയിൽ ഇങ്ങനെ കുറച്ച് പൊന്തി വരും. ആ സമയത്ത് മാത്രം ഒരു സ്ക്വയർ ഉപയോഗിച്ചിട്ട് ഒന്ന് തിരിച്ചിട്ടെടുത്താൽ മതി. ജസ്റ്റ് അതിൻ്റെ ചുറ്റുഭാഗം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇത് ഇതേപോലെ അതൊന്ന് പൊന്തി വരുന്ന സമയത്തൊന്ന് മറിച്ചിട്ടെടുക്കാം കേട്ടോ. അധികം ഗോൾഡൻ ആവാൻ നിൽക്കരുത് കേട്ടോ. ഈ കാണുന്നത് പോലെ ജസ്റ്റ് കുക്ക് ചെയ്ത് വരുന്ന സമയത്ത് ഒന്ന് തിരിച്ചിട്ടെടുക്കാം. നമ്മൾ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഉണ്ണിയപ്പം പോലെ അധികം കളറൊന്നും ആവില്ല, കാരണം ഇത് പച്ചരിയാണല്ലോ. അപ്പോൾ ഇതേപോലെ ഒന്ന് ആകുന്ന സമയത്തൊന്ന് ഇതേപോലെ ഒരു ടിഷ്യൂലേക്ക് ഒരു കാസറോളിലൊരു ടിഷ്യൂ വെച്ചിട്ട് അതിൻ്റെ എണ്ണ ഒന്ന് ഊർന്നു പോകാൻ വേണ്ടിയിട്ട് കേട്ടോ ഞാൻ ടിഷ്യൂ വെച്ചത്. എന്നിട്ട് ഇതേപോലെ ഒന്ന് എടുത്താൽ മതി. മറിച്ചിട്ട് കൊടുക്കുമ്പോൾ അതിന് ചുറ്റുഭാഗം ഒരു ഓറഞ്ച് ഒരു ബ്രൗൺ കളർ വരുന്ന സമയത്ത് അതിന് തിരിച്ചിട്ട് കൊടുക്കുക. അധികം ബ്രൗൺ ആകാൻ നിൽക്കരുത്, പിന്നെ കരിഞ്ഞു പോകും. ഇതേപോലെ പിന്നീട് വേണമെങ്കിൽ നിങ്ങൾക്ക് എണ്ണ ഊറ്റാൻ ഇതേപോലെ അരിപ്പയിലോട്ട് വെച്ചെടുത്താലും മതി. അതേപോലെ ബാക്കിയുള്ളതൊക്കെ ചുട്ടെടുക്കുക. ചെയ്യാൻ എളുപ്പമാണ്. നമുക്ക് ഈ ദോശ ഇഡ്ഡലി ആക്കുന്ന പോലെ ഈ പച്ചരി നമുക്ക് മാവ് കുറേ സമയം വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പാടെ തന്നെ അരച്ചിട്ട് നമുക്ക് ചുട്ടെടുക്കാം. അതേപോലെ ബീഫ് കറിക്കും ചിക്കൻ കറിക്കൊക്കെ നല്ല കോമ്പിനേഷനാണ്. കുട്ടികൾക്കൊക്കെ സ്കൂളിലേക്ക് കൊടുത്തു വിടാനൊക്കെ നല്ലൊരു റെസിപ്പി കേട്ടോ. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ബോക്സിലൊന്ന് അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.